Hello, good morning. Good morning. Good morning, Good ma'am. morning. Good morning, ma'am. Good morning, ma'am. Morning. Okay. നിങ്ങൾ ആതിര മിസ്സിനെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നോ? ആതിര മിസ് ഇന്നലെ എന്താ പറഞ്ഞത് ഇല്ലേ? എന്താ പറഞ്ഞ് ആതിര മിസ്സിനെ കൊടുത്തു. ആതിര മിസ്സിന്റെ അവർ ഞാനിന്ന് വാങ്ങിച്ചു. ഓക്കെ, സോ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു ഇന്നലത്തെ ക്ലാസ്. അപ്പൊ ഇന്നലെ മിസ്സിനോട് ഞാൻ കയറാൻ പറഞ്ഞു. ഓക്കെ, ക്ലാസ് ആയിട്ടോ. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആളെ കാണാതാവുമ്പോ എന്തെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ആദ്യം പറഞ്ഞത്. ഓക്കെ, സോ ഗുഡ് മോർണിംഗ്. നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ ചാപ്റ്റർ അല്ലെ, മൊഡ്യൂൾ 3 ഒരു ചാപ്റ്റർ തുടങ്ങിയിരുന്നു. ഏതായിരുന്നു ചാപ്റ്ററിന്റെ പേര്? ചാപ്റ്ററിന്റെ പേര് എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലേക്ക് കയറാത്തവരാണോ? പറയൂ. യെസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അതെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തുടങ്ങി. അതിന്റെ ഒരു ഫസ്റ്റ് പേജ് മാത്രമേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുള്ളൂ. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യുക. എല്ലാ എംപ്ലോയീസിനെയും ടോട്ടലി അതിൽ കളക്റ്റീവ്ലി അവരെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. ഏത് ബിസിനസ് ഓർഗനൈസേഷന്റെയും എന്താ പറയാ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് നമുക്ക് പറയാം അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആണെങ്കിൽ അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അതിൽ നിന്ന് മാക്സിമം റിസൾട്ട്, മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. സോ ദാറ്റ് അതിനു വേണ്ടിയിട്ട് they have to be managed. But it is very difficult task or it's a challenging task അല്ലെ. പക്ഷെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സുകളായിട്ട് നമുക്ക് എന്താ പറയാ മാനേജ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതൊരു ചാലഞ്ചിങ് ടാസ്ക് ആണ്, ഒരു വെല്ലുവിളി നിറഞ്ഞ ടാസ്ക് ആണെന്ന് പറഞ്ഞു. ബിക്കോസ് ഓഫ് ദ ഡൈനാമിക് നേച്ചർ ഓഫ് പീപ്പിൾ. അതിന്റെ കാരണം ഇതാണ്, മനുഷ്യന്മാരുടെ ഈ എന്താ പറയാ മാറി മാറി വരുന്ന സ്വഭാവ രീതികളാണ്. ഒരാൾക്ക് തന്നെ ഒരു ദിവസത്തില് പല രീതിയിലും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കേണ്ടി വരും അല്ലെ. നമ്മൾ രാവിലെയുള്ള ആ ഒരു രീതിയിലായിരിക്കില്ല ഉച്ചയ്ക്ക് പോലെ ആയിരിക്കില്ല വൈകുന്നേരം. നമ്മളിലേക്ക് പല രീതിയിലുള്ള സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾക്ക് വരുമ്പോ അതിന് എന്താ പറയാ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മുടെ ഫീലിങ്ങുകളും മാറി വരും അല്ലെ. സങ്കടമുള്ള ഒരു കാര്യം നമ്മളിൽ കാലത്തൊക്കെ എഴുന്നേറ്റപ്പോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു, പക്ഷെ വൈകുന്നേരം അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ നേച്ചർ. നമ്മുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിൽ അത് റിഫ്ലക്ട് ചെയ്യും തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും അതിലും റിഫ്ലക്ട് ചെയ്യും, അതിലൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള മാറി മാറി ഈ ഡൈനാമിക് ആയിട്ടുള്ള നേച്ചറുള്ള ഹ്യൂമൻ ബീങ്സിനെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അവരുടെ പെർഫോമൻസുകൾ അവരെ സംബന്ധിക്കുന്ന A to Z, that means from the time of recruitment up to the time of retirement. ഓരോ എംപ്ലോയീസും ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയറിലൂടെ കടന്നു വന്ന് എന്നാണോ അവരുടെ ജോലി മതിയാക്കി അല്ലെങ്കിൽ അവര് ആ ഒരു ഏജിലേക്ക്, അതായത് ജോലി ഇനി പറ്റില്ല എന്നുള്ള ഒരു ഏജിലേക്ക്, റിട്ടയർമെന്റ് പീരീഡൊക്കെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് പോകുന്നത് വരെ എന്തൊക്കെയാണോ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഇതിലൊങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇന്നത്തെ കാലത്ത് ഇറ്റ്സ് നെസസറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ഇത്രയും സ്വഭാവ വൈരുദ്ധ്യങ്ങളൊക്കെ മനുഷ്യരിലുണ്ടെങ്കിലും ഇവരെല്ലാം ഒരു റൂഫിന്റെ കീഴിൽ ഒത്തൊരുമിച്ച് അല്ലെ ഹാർമണിയില് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓർഗനൈസേഷന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് അവര് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. എന്നാലേ ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളി നമുക്ക് അതിന്റെ പല ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു അൺലെസ് ദ ഹ്യൂമൻ എലമെന്റ് ഈസ് ടേക്കൺ ഇൻടു കൺസിഡറേഷൻ, മനുഷ്യന്മാര് എന്ന് പറയുന്ന വിഭവത്തെ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ടോപ്പ് ലെവൽ ആളുകൾ തുടങ്ങി ഏറ്റവും ലോവർ ലെവലിൽ ജോലി ചെയ്യുന്ന ആളുകൾ വരെ ഇവരെ എല്ലാവരെയും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അവർക്ക് അവരുടേതായ ഓർഗനൈസേഷന്റെ പോളിസീസും റൂൾസും ഒക്കെ മനസ്സിലാക്കി അവരത് പ്രവർത്തിച്ച് ജോലി ചെയ്ത് അവരിൽ നിന്ന് മാക്സിമം
ഔട്ട്പുട്ട് നേടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മാനേജ് ചെയ്യണം. ഇത് മാനേജ് ചെയ്യാൻ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്. പിന്നെ ഹോസ്പിറ്റൽസ് ഓൾസോ നമുക്കറിയാം, നമ്മുടെ ആശുപത്രികളിലും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ ഇന്ന് ഈ പറയുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്, HR വിഭാഗം. HR എന്നാണ് നമ്മൾ അതിന്റെ ഷോർട്ടായിട്ട് പറയുക. അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ പരിഗണിക്കുന്നില്ല. അവരുടെ കാര്യങ്ങള്, ആവശ്യങ്ങള്, അവരുടെ സജഷൻസ്, അവരുടേതായ അവരിൽ നിന്ന് കിട്ടേണ്ട റിസൾട്ട്, അവരുടെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്താൽ എന്ത് ചെയ്യും, ഓർഗനൈസേഷൻ അതിന്റെ ഗോൾസ് വളരെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ, ഓൾസോ ബിസിനസ് ക്യാൻ സക്സസ് അല്ലെ, അതിന് എന്താ പറയാ ഒരു വിജയത്തിലേക്ക് ബിസിനസ് എത്താനും പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആൻഡ് നെക്സ്റ്റ് ഹെഡിങ് ആണ് അടുത്തത്, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്തിനാണ് ഈ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് ഒരു ഓർഗനൈസേഷൻ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആണ്. among the 4 other components of organization, business organizationന്റെ 4 കമ്പോണന്റുകളായിട്ടുള്ള മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ, ഈ 4 എണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മെൻ എന്ന് പറയുന്ന വിഭാഗം. ഇനി എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഈസ് ക്ലാസിഫൈഡ് ആസ് 3 രീതിയിലുള്ള 3 പ്രാധാന്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൊണ്ടുള്ളത്. ഏതൊക്കെയാണ്? സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. നോക്കാം നമുക്ക് എന്താണ് ആദ്യത്തേത്. അതായത് നമ്മളുടെ ഈ പറയുന്ന എന്തിനാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നത്, അതിന്റെ പ്രാധാന്യം, ആ പ്രാധാന്യത്തെ വിശദീകരിക്കാനാണ് ഈ 3 പോയിന്റുകൾ പറയുന്നത്. ഒന്ന് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ആണ്. See, proper ആയിട്ട് if you are managing or controlling the human resource അല്ലെങ്കിൽ പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ തന്നെ. ഓക്കെ, അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ പേഴ്സണൽസിനെ നല്ല രീതിയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ increase their dignity and also it will satisfy their social needs. നമുക്കറിയാം മനുഷ്യരൊക്കെ ഒരു സമൂഹ ജീവിയാണ് അല്ലെ, സോഷ്യൽ ബീയിങ് എന്നാണ് നമ്മൾ പറയാ. ഹ്യൂമൻ ആർ സോഷ്യൽ ബീയിങ്, സമൂഹ ജീവിയാണ്. സമൂഹത്തില് ഡിഗ്നിറ്റി, സ്റ്റാറ്റസ് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും അല്ലെ. സമൂഹത്തിലെ ഒരു വ്യക്തി ഇങ്ങനെ കുറെ നാൾ നമ്മളിങ്ങനെ ജനിച്ചതുകൊണ്ട് കുറച്ച് നാളിങ്ങനെ ജീവിച്ചു എന്നതുകൊണ്ട് അതിൽ അർത്ഥമില്ല അല്ലെ. നമ്മളൊരു ഹ്യൂമൻ ആയിട്ട് നല്ലൊരു വ്യക്തിയായിട്ട്, നല്ലൊരു വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും അല്ലെ, എല്ലാ രീതിയിലും പേഴ്സണലി അതുപോലെ തന്നെ പ്രൊഫഷണലി എല്ലാ രീതിയിലും നമ്മൾ ഡെവലപ്ഡ് ആകണം. അങ്ങനെ നമ്മൾ സമൂഹത്തില് ഒരു എന്താ പറയാ നിലയും വിലയും ഒക്കെ നമ്മൾ പറയില്ലേ, ഒരു ഡിഗ്നിറ്റി, ഒരു സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ഒരു ജീവി ആയതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നമ്മൾ ഒരു എന്താ പറയാ നല്ലൊരു വ്യക്തിയായിട്ട്, ഒരു ഡിഗ്നിറ്റി ഉള്ള സ്റ്റേറ്റസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഒരു ഹ്യൂമൻ റിസോഴ്സുകളെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് വരുമ്പോ അവർ പുറത്തിറങ്ങിയാലും ആ ഒരു കാര്യം അവർ കീപ്പ് ചെയ്യും എപ്പോഴും അവരുടെ. സോ ദാറ്റ് ഇറ്റ് ഇൻക്രീസസ് ദ ഡിഗ്നിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. ആ ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കുന്നത് അതിനോടൊപ്പം. അപ്പൊ ഒരു സാമൂഹ്യ ആവശ്യകതയുടെ പേരില് ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, സാമൂഹ്യപരമായിട്ടുള്ള ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, അതായത് ഓരോ ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ്, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ ദേ ആർ ഹ്യൂമൻ, ഒരു മനുഷ്യരാണ്. മനുഷ്യർക്ക് അവരവരുടേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അത് സമൂഹം എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു ഡിഗ്നിറ്റി. ഓക്കെ, സോ ഒരു ജോലി ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഡിഗ്നിറ്റി അല്ലേ. ജോലിയും കൂലി ഇല്ലാതെ നടക്കുന്ന ആളുകളെ നമ്മൾ ഇങ്ങനെ പറയില്ല, ജോലിയും വേറെ കൂലിയൊന്നും ഇല്ല എന്ന് പറയും അല്ലെ. നമ്മള് എല്ലാവരും എന്താ പറയാ ജോലിക്കൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്നവര് അങ്ങനെ പറയുള്ളൂ എന്ന് പറയാം. പക്ഷെ ഒരു ജോലി എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതിനതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. അപ്പൊ സോഷ്യൽ സിഗ്നിഫിക്കൻസിന് വേണ്ടിയിട്ട് സമൂഹത്തിൽ നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ടാകാൻ വേണ്ടി ഈച്ച് ആൻഡ് എവറി പേഴ്സണൽസ് or employees or human resource have to be managed properly. അപ്പൊ എന്ത് ചെയ്യണം, ഇവരൊക്കെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുമ്പോൾ പുറത്തിറങ്ങിയാലും അവര് ജോലിക്കാരൻ നല്ല രീതിയിലുള്ള ഒരു വ്യക്തി അല്ലെ, ആ ഒരു ഡിഗ്നിറ്റി നമുക്ക് അവരുടെ റെസ്പെക്ട് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അപ്പൊ സോഷ്യൽ സിഗ്നിഫിക്കൻസിന്റെ ബേസിസിൽ അതിൻ്റെതായ പ്രാധാന്യം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനുണ്ട്. ഒന്നാമത്തെ മനസ്സിലായോ? ഈ 3 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇസ് ഇറ്റ് ക്ലിയർ? സോഷ്യൽ സിഗ്നിഫിക്കൻസ് ചോദിക്കുമ്പോ ഇങ്ങനെ ഡാഷ് ഏതാണ്? പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ ഇൻക്രീസസ് ദ ഡിഗ്നിറ്റി ബൈ സാറ്റിസ്ഫൈങ് ദർ സോഷ്യൽ നീഡ്സ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളതിനകത്ത് അത് എന്തിനകത്ത് വരുന്നതാ? സോഷ്യൽ സിഗ്നിഫിക്കൻസ്
പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ഓരോന്നും അങ്ങനെ ഏതെങ്കിലും പെർട്ടിക്കുലർ വേർഡ് വെച്ച് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് പഠിച്ചാൽ മതി. മനസ്സിലായോ? അത് വെച്ചിട്ട് ഏത് വെച്ചിട്ടാണെന്ന് നിങ്ങൾ തന്നെ നോക്കുക. സോഷ്യൽ നീഡ്സ് എന്നുള്ള വേർഡ് തന്നെ അവിടെ ഉണ്ട്. സോഷ്യൽ നീഡ്സ്, സോഷ്യൽ സിഗ്നിഫിക്കൻസ്, അവര് പെർട്ടിക്കുലർ ഫ്രേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. പ്രൊഫഷണൽ ഇൻ ആൻ ഓർഗനൈസേഷൻ, നമ്മൾ ജോലി ഒരു സ്ഥാപനത്തിൽ വർക്കിംഗ് കണ്ടീഷനിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ബി പ്രൊവൈഡ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്. നമുക്ക് എന്ത് ചെയ്യണം? ഒരു ആരോഗ്യപരമായിട്ടുള്ള നല്ല രീതിയിലുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് നമുക്ക് കിട്ടണം. ഞാനിപ്പോ എനിക്ക് ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് എന്റെ ജോലി, ഞാനിപ്പോ ടീച്ചിങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിപ്പിക്കാൻ എനിക്ക് എന്റേതായിട്ടുള്ള അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെ, ഒരു നല്ലൊരു എൻവയോൺമെന്റ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള ചുറ്റുപാടിലേക്ക് ഇരുന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ വെട്ടമില്ല, വെളിച്ചില്ല, എന്താ പറയാ, ചൂടെടുക്കുന്നു, കാറ്റില്ല, അങ്ങനെയൊക്കെ ഇരുന്ന് ഒരു അടഞ്ഞ മുറിയിൽ ഇരുന്നിട്ട് നമ്മളോട് വളരെ കംഫർട്ടബിൾ ആയിട്ട് സന്തോഷത്തിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ പെർഫോമൻസ്. അത് നമ്മൾ ചൂടെടുക്കുന്നു, നമ്മൾ ഇന്ന് അങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് ആകുന്നു, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രകടമാകും. ഇപ്പൊ എന്തെങ്കിലും എന്താ പറയാ ബിറ്റ്വീൻ നിങ്ങൾ പറയാറില്ലേ, ഇവിടെ സൗണ്ട് ക്ലിയർ ആകുന്നില്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ പറയാറുണ്ട്, സൗണ്ട് ക്ലിയർ ആകുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ എന്തോ വേറെ സൗണ്ട് കേൾക്കുന്നു, ഡിസ്റ്റർബൻസ് വരുന്നു. അപ്പൊ അത് പെർഫെക്റ്റ് ആയെങ്കിൽ ക്ലാസ് മൊത്തം ഡിസ്റ്റർബ് ആവും. പിന്നെ നമ്മൾ അതിനെ ശരിയാക്കിയിട്ട് വേണം നമുക്ക് അതിനെ ഇതാക്കാനായിട്ട് അല്ലെ. അപ്പൊ ഒരു നല്ല ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ അവർ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, ജോലി ഇരിക്കുന്ന സ്ഥലമായിക്കോട്ടെ, അതിന് കൺവീനിയന്റ് ആയിട്ടുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. സോ ഇറ്റ് വിൽ പ്രൊമോട്ട് ദ ടീം വർക്ക്. അപ്പൊ അവരെന്ത് ചെയ്യും? മാനേജ്മെന്റിനോടൊപ്പം ടീമായിട്ട് എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ചെയ്യാനായിട്ട് അവര് ശ്രമിക്കും. ഓക്കെ, സോ ദേ ക്യാൻ ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ് ഫ്രം ദ എംപ്ലോയീസ്. അപ്പൊ എംപ്ലോയീസിന്റെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ, പെർഫോമൻസുകൾ എടുക്കാൻ പറ്റും. കണ്ടോ, നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ അവര് ഒരുക്കി വൃത്തിയായിട്ട് തന്നിട്ടുണ്ട്. സോ നമുക്ക് ബുദ്ധിമുട്ടുകളില്ല, നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇന്ന് ജോലി ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് അനദർ തിങ്. അത് ഒരു എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ടുള്ള അവർ ചെയ്യുന്ന ജോലിക്ക് അനുയോജ്യമായ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻസ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. ബൈ പ്രൊവൈഡിങ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല രീതിയിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യവും സിറ്റുവേഷനും അതുപോലെ തന്നെ അന്തരീക്ഷവും ഒക്കെ എംപ്ലോയീസിന് ജോലി ചെയ്യാൻ പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊമോട്ട് ദ ടീം വർക്ക് ഓഫ് ദ എംപ്ലോയീസ്. തീർച്ചയായിട്ടും അത് എംപ്ലോയീസിന്റെ ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കും, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യും. ക്ലിയർ ആയോ? രണ്ടാമത്തെ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസില് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്, ആ ഒരു ഫ്രേസ് ഓർത്തിരിക്കുക. ഓക്കെ, പ്രൊഫഷണൽ ജോലിക്ക് വേറെ തടസ്സങ്ങളൊന്നും പാടില്ല, അനുകൂലമായ സാഹചര്യങ്ങള് അവർ എന്താ പറയാ കാലാവസ്ഥ അല്ല ഉദ്ദേശിക്കുന്നത് ചുറ്റുപാട് കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ സന്തോഷത്തിൽ ഇരുന്ന് നമ്മൾ ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിരുന്നത് നമുക്ക് ഒരു സൗകര്യവും ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല, വി ഫീൽസ് ഡിസ്കംഫർട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ അത് മണ്ടലൈസ് ചെയ്യുന്ന പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. അടുത്തത് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് ആണ്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തികളുടെയും നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ്, പല പല ലക്ഷ്യങ്ങളുണ്ട് ഒരു ഓർഗനൈസേഷന്. അപ്പൊ ഈ ലക്ഷ്യങ്ങൾ ഹാവ് ടു ബി ഫുൾഫിൽഡ് അല്ലെ. തീർച്ചയായിട്ടും ഈ ഗോൾസ്, ഈ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഹാവ് ടു ബി ഫുൾഫിൽഡ്. അത് നമ്മൾക്ക് നേടിയെടുക്കണം. അതെങ്ങനെയാ അത് നേടിയെടുക്കാൻ പറ്റുക? ബൈ ക്രിയേറ്റിംഗ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ എംപ്ലോയീസില് നല്ല രീതിയിലുള്ള മനോഭാവങ്ങൾ സൃഷ്ടിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് അതുപോലെ തന്നെ അവരുടെ മാനേജ്മെന്റിനെ കുറിച്ച് നല്ല ഒരു മനോഭാവം എംപ്ലോയീസിന്റെ ഇടയിൽ അത് നമുക്ക് പിടിച്ചു പറ്റാൻ സാധിച്ചാൽ എന്താണ്, നമുക്ക് അവരെ ഇഫക്റ്റീവായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ആ ഇഫക്റ്റീവ് മോട്ടിവേഷൻസ് പല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാം എംപ്ലോയീസിനെ. അപ്പൊ നല്ല മോട്ടിവേഷൻസ് കൊടുത്ത് എംപ്ലോയീസിനെ നല്ല രീതിയിൽ നല്ലൊരു മനോഭാവം ഓർഗനൈസേഷനെ സംബന്ധിക്കുന്നതും അല്ലെങ്കിൽ മാനേജ്മെന്റിനെ സംബന്ധിക്കുന്നതുമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു ദ ഫുൾഫില്ലിംഗ് ഓഫ് അവർ ഗോൾസ്. ഓർഗനൈസേഷന്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കാനായിട്ട് അവരൊപ്പം നിൽക്കും എന്നും എപ്പോഴും. അല്ലെങ്കിൽ എന്ത് വെച്ചു, അവരെ മോട്ടിവേറ്റഡ് ആക്കുന്നില്ല, അവരെ പരിഗണിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസും അപ്പോഴും നമുക്കറിയാം ഓരോരുത്തരും ഒരു വ്യക്തികളാണ്. വ്യക്തികളെ ഓരോരുത്തർക്കും നൽകുന്ന പ്രോത്സാഹനം, മോട്ടിവേഷൻ, അത് ഓരോരുത്തരിലും അത് ഡെവലപ്പ് ആയിട്ട് അവർ ഓർഗനൈസേഷനോട് ചേർന്ന് നിൽക്കണം. ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്റെ കൂടി ലക്ഷ്യമാണെന്ന് അന്നേരം അവർക്ക് ബോധ്യം വരും, അതനുസരിച്ച് ജോലി ചെയ്യുകയും ചെയ്യും.
സോ ഈ പറയുന്ന 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ത് ചെയ്യേണ്ടത്, മാനേജ് ചെയ്യപ്പെടേണ്ടത്. എന്തിനൊക്കെയാ? ഫോർ സോഷ്യൽ സിഗ്നിഫിക്കൻസ്, സാമൂഹികപരമായിട്ടുള്ള സോഷ്യൽ നീഡ്സ്. സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റി, അത് തന്നെയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്ന ജോലി. ഇന്ന ജോലി നമ്മളൊരു വ്യക്തി അറിയപ്പെടുന്നത് ആദ്യം തന്നെ ചോദിക്കുന്നത്, നമുക്കൊരു പരിചയമില്ലാത്ത സ്ട്രേഞ്ചേഴ്സ് ഒക്കെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ട്രാവലിംഗില് എവിടെയെങ്കിലും പരിചയമില്ലാത്ത ചില ആളുകളെ കണ്ടുമുട്ടും. ചില ആളുകളുമായിട്ട് നമ്മൾ ചെറിയ ചെറിയ കോൺവെർസേഷൻസ് ചെയ്യും. ഏറ്റവും ആദ്യം എന്താ ചോദിക്കുക? എന്താ പേരെന്ന് ചോദിക്കും അല്ലെ, എവിടെയാ വീട് ചോദിക്കും. അടുത്ത ചോദ്യം എന്തായിരിക്കും വരിക? ഒബിയസ്ലി വാട്ട് ഈസ് യുവർ ജോബ്, അല്ലെ വാട്ട് ആർ യു ഡൂയിങ്, എന്താണ് ജോലി ചെയ്യുന്നത് തീർച്ചയായിട്ടും ചോദിക്കുക. കുഞ്ഞു കൊച്ചുങ്ങളോടല്ല കേട്ടോ ചോദിക്കുന്നത്. ഒരു ഏകദേശം കാണുമ്പോൾ ഒരു പറയാം, ഒരു മെച്യൂർഡ് ആയി അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ ഒരാളാണെന്ന് ഏകദേശം നോക്കി കാണുമ്പോൾ പിന്നീട് 3ാമത്തെ ചോദ്യം തീർച്ചയായിട്ടും വരുന്നത് ഇത് തന്നെയാ, എന്താ ജോലി. സോ ഇറ്റ് മീൻസ് സം സ്റ്റാറ്റസ് എമംഗ് ദ സൊസൈറ്റി. മനുഷ്യന്മാരുടെ ജോലി എന്ന് പറയുന്നത് അവർക്കൊരു സമൂഹത്തിലൊരു ഡിഗ്നിറ്റി സ്റ്റാറ്റസ് നേടിയെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സോഷ്യൽ നീഡ്സിന് വേണ്ടി പിന്നെ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, നല്ല രീതിയിലുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്താൽ ഇറ്റ് വിൽ ലീഡ് ടു ഓർ പ്രൊമോട്ട് ദ ടീം വർക്ക് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസ് നമ്മളുടെ ഒപ്പം ടീമായിട്ട് നിന്ന് നല്ല രീതിയിലുള്ള ജോലി അവർ ചെയ്തു തരും. ഓക്കെ, നല്ല വൃത്തിയായിട്ട് നമ്മൾ അവരുടെ ഒപ്പം അവരെ പരിഗണിച്ച് നിൽക്കണം. അതിന് പറ്റിയ സാഹചര്യങ്ങളും അവസരങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. എന്തെങ്കിലും ജോലി ചെയ്യാൻ എന്താ പറയുക, ജോലി തരാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഏത് വിധേയയും നിങ്ങൾ ചെയ്തു തരണം എന്നുള്ളതല്ല. അതിന് വർക്കിംഗ് കണ്ടീഷൻസ്, വർക്കിംഗ് എൻവയോൺമെന്റ് പ്രോപ്പർ ആണോ, ഹെൽത്തി ആണോ, അൺഹെൽത്തി ആയിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ടുപോയിട്ടിട്ട് ഇവിടെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇന്നത്തെ കാലത്ത് എംപ്ലോയീസ് സമ്മതിക്കില്ല. ഓക്കെ, ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത് ബൈ ക്രിയേറ്റിംഗ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ മനസ്സിൽ നല്ല മനോഭാവം അത് എന്താ പറയാ, നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിക്കുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിനെ സംബന്ധിക്കുന്നതോ ആക്കിയെടുക്കാൻ it will lead to the fulfillment of the goals or objectives. ബിസിനസ് ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ കാരണമാവുകയും ചെയ്യും. ഓക്കെ, 3 മനസ്സിലായല്ലോ. ക്രിയേറ്റിംഗ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഓർ മതി സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ആദ്യത്തേല് സോഷ്യൽ നീഡ്സ്. സോഷ്യൽ സിഗ്നിഫിക്കൻസിൽ സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീസ് ഓർക്കുക. പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസിനകത്ത് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ് ഓർക്കുക. സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസിൽ റൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന ആ വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ, അതിന് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാ. മനസ്സിലായോ? അടുത്തതിലേക്ക് പോവുകയാണ്. Now the comparison between personal management and human resource management. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? തമ്പും ഒന്നുമില്ലല്ലോ. ഓക്കെ, ഒരാളെ തമ്പിട്ടാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു സിഗ്നൽ തന്നെ. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇത് ഈ പേഴ്സണൽ മാനേജ്മെന്റ് രണ്ടും തന്നെയാണ്. പക്ഷെ ചെറിയ ചില കമ്പാരിസൺ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വി കൻ സീ സം ഡിഫറൻസ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒന്ന്, പേഴ്സണൽ മാനേജ്മെന്റ് ആണ് PM എന്ന് കൊടുക്കുന്നത്. HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. പണ്ട് എന്നുവെച്ചാൽ കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഇത്രയും ബിസിനസ്സിന് ഒത്തിരി അധികം എന്താ പറയാ പ്രാധാന്യമൊക്കെ കിട്ടുന്നതിനൊക്കെ മുമ്പ് എന്നുവെച്ചാൽ ഇന്ന് നമ്മുടെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള തൊഴിലാ ജീവിക്കുന്നത്. പണ്ട് കാലത്തെ ആളുകൾക്ക് എന്തെങ്കിലും ജോലി എവിടെയെങ്കിലും കിട്ടണം അല്ലെ, ജോലി കിട്ടണം എന്ന്, ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ, സ്കൂൾ അല്ലെങ്കിൽ നഴ്സൊക്കെ അങ്ങനത്തെ ജോലി. പക്ഷെ ഇന്ന് കൂടുതലും ആളുകളുടെ മനസ്സിൽ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് മാൻ ആകുക. ബിസിനസ് കാരണം എന്താണെന്നറിയോ? ബിസിനസ്സിലേക്ക് ആളുകളുടെ ഈ ഒരു തിരിവ് അല്ലെങ്കിൽ ഇങ്ങനെ തിരിയാനുള്ള കാരണം പ്രധാനമായിട്ടും ഇറ്റ് ബ്രിങ്സ് എന്താ പ്രോഫിറ്റ്. എന്താ വളരെയധികം പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഉള്ള പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ മറ്റേതെന്ന് പറയുമ്പോൾ നമുക്കൊരു ജോലിക്ക് പോകുമ്പോൾ നമുക്കറിയാം എക്സ്പെക്ട് ചെയ്ത് ഇത്രയും മാസം അവസാനം സാലറി കിട്ടും. വി ഹാവ് എ ഫിക്സഡ് എമൗണ്ട് ഇൻ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിൽ ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മുടെ മനസ്സിലുണ്ട്. കാരണം ഇതാണ് നമ്മുടെ സാലറി, അതിൽ കൂടുതൽ എന്തായാലും വരാൻ പോണില്ല അല്ലെ. അപ്പൊ നമ്മൾക്ക് ആ ഒരു ഫിക്സഡ് കാൽക്കുലേഷൻ ഉണ്ട്, ആ ഒരു എമൗണ്ട് ആണെന്നുള്ളത്. പക്ഷെ ഒരു ബിസിനസ് നടത്തുമ്പോ ഇറ്റ് ബ്രിങ്സ് പ്രോഫിറ്റ് വിച്ച് ഈസ് നോട്ട് എക്സ്പെക്ടഡ് ബൈ ബിസിനസ്മാൻ. ചിലപ്പോ ബിസിനസ്മാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രോഫിറ്റും ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ വന്നേക്കാം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ഒരുപാട് ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായി മാറുകയും അതിനേക്കാൾ മുമ്പ്
നമ്മുടെ എന്താ പറയാ ഇത്രയധികം എന്താ പറയാ ഇമ്പോർട്ടൻസ് ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് ആളുകൾ ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരും സൈഡായിട്ട് ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് കമ്പനികളുടെ ഒക്കെ ഷെയർ മാർക്കറ്റിൽ അതിനകത്ത് ഷെയർ ആയിട്ട് മെമ്പേഴ്സ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ, ഒരു പാർട്ട് കൂടി നമുക്ക് അതിന് കിട്ടും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ പറയുന്ന കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിലാണ് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് അതിന്റെ ഒരു എന്താ പറയാ പ്രൊസസ്ഡ് രൂപം, അല്ലെങ്കിൽ ഒരു റിഫൈൻഡ് രൂപം, അല്ലെങ്കിൽ ഒരു ന്യൂ കോൺസെപ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പണ്ട് പേഴ്സണൽ മാനേജ്മെന്റ് ആയിരുന്നപ്പോ ദേ ഹാവ് ടു ഓൺലി മാനേജ് ദ മെഷീൻ ഓപ്പറേറ്റേഴ്സ്. അന്ന് എല്ലാ എംപ്ലോയീസിനെ ഒന്നും മാനേജ് ചെയ്യില്ല. ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താ, ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിനെയും ഹയർ ലെവൽ തുടങ്ങി ബോട്ടം ലെവൽ വരെയുള്ള എല്ലാ എംപ്ലോയീസിനെയും മാനേജ് ചെയ്യുന്നതാണ്. പക്ഷെ പണ്ട് അങ്ങനെയില്ല. മെഷീൻ ഓപ്പറേറ്റേഴ്സ്, ദാറ്റ് മീൻസ് ദോസ് ഹു ആർ എൻഗേജ്ഡ് ഡയറക്ട്ലി ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്, ഉൽപാദന പ്രക്രിയയിൽ നേരിട്ട് പങ്കാളികളാകുന്ന മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു ഈ എന്താ പറയാ നമ്മളുടെ തൊഴിലാളികൾ, തൊഴിൽ വിഭാഗം. എന്നുവെച്ചാൽ നമുക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, ആ ഉൽപാദന പ്രക്രിയയിൽ ഒരുപാട് മെഷീൻസ് ഉപയോഗിക്കും. ആ മെഷീൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാര്, മനസ്സിലായി, മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന അവര് മാത്രം മാനേജ് ചെയ്താൽ മതി. കാരണം അവരെല്ലാവരും പെർഫെക്റ്റ് ആയി ജോലി ചെയ്യുന്നുണ്ടോ, അവര് വരുന്ന സമയം പോകുന്ന സമയം കൃത്യമാണെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ അവർ ഐഡിയലായിട്ട് എന്ന് വെച്ചാൽ വെറുതെ ഇരുന്ന് സമയം കളയുന്നുണ്ടോ, ഇതൊക്കെ മാനേജ് ചെയ്യണമായിരുന്നു. പക്ഷെ കാരണം മെഷീൻസ് പ്രവർത്തിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നവരെയും ഒക്കെ വളരെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്ത് അവരുടെ ജോലിക്ക് കൃത്യമാണോ എന്ന് നോക്കണം. കാരണം ഒരു കൃത്യമായി ജോലി ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ പ്രൊഡക്ഷൻ. തീർച്ചയായിട്ടും അത് ഉൽപാദനത്തെ ബാധിക്കും. ഉൽപാദനം കുറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി കുറയും. കണ്ടോ, എല്ലാം താഴേക്ക് പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ അവരെ നന്നായിട്ട് മാനേജ് ചെയ്ത് നോക്കുന്നു. അവരുടെ കൃത്യമായിട്ട് ഒരു സമയമൊന്നും പാഴാക്കാതെ ആവശ്യമില്ലാതെ അവരുടെ നൂലൊക്കെ പോയിരിക്കുന്നു അല്ലെ, അങ്ങനെയൊക്കെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷനെ ബാധിക്കും, പ്രൊഡക്ഷൻ കുറയും. അപ്പോ അങ്ങനെ ഇല്ലാന്നുള്ളതൊക്കെ എന്താ പറയാ മാനേജ് ചെയ്യാനാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന ആ ഒരു പഴയ കൺസെപ്റ്റ്. ഓക്കെ, അടുത്തത് ഇവിടെ നമ്മളുടെ ഇന്നത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. എന്ന് വെച്ചാൽ എല്ലാവരും ഡിസിഷൻ മേക്കേഴ്സ് ആണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ആശയങ്ങളുണ്ട്, ഐഡിയാസ് ഉണ്ട്, അവരുടേതായ തീരുമാനങ്ങളുണ്ട്. അപ്പൊ എല്ലാവരെയും കൂടി കൺസിഡർ ചെയ്തത്, എല്ലാവരെയും എന്താ പറയാ വെച്ചിട്ടുള്ള ഒരു മാനേജ്മെന്റ്, അതാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അവിടെ മെഷീൻ ഓപ്പറേറ്റേഴ്സ് മാത്രമൊന്നുമില്ല, എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് വൺ, പേഴ്സണൽ മാനേജ്മെന്റിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നേരിട്ട് പങ്കാളികളാകുന്ന എംപ്ലോയീസ്, അവര് എംപ്ലോയീസിന് എപ്പോഴും പണ്ട് കാലത്തൊക്കെ ഈ ട്രേഡ് യൂണിയൻ ഒക്കെ ഉണ്ടായിരുന്നു. യൂണിയൻ അല്ലെ, അത് അവരുടെ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്യും, എംപ്ലോയീസിന്റേതായ ഒരു യൂണിയൻ. അന്ന് ഈ പറയുന്ന പോലെ മാനേജ്മെന്റും ട്രേഡ് യൂണിയനും തമ്മിലുള്ള ഒരു ബന്ധമായിരുന്നു പേഴ്സണൽ മാനേജ്മെന്റിന് ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ. എല്ലാ എംപ്ലോയീസും ഒരു ഭാഗത്ത് എംപ്ലോയറിനോടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, എംപ്ലോയീസ് എത്രത്തോളം എംപ്ലോയിയുമായിട്ട് കണക്റ്റഡ് ആണോ അത്രയും ഭംഗിയായിട്ട് ഓർഗനൈസേഷനിലെ കാര്യങ്ങളൊക്കെ നല്ലതായി സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യും. ഓക്കെ, അതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ് ആണ് HRM-ലെ ആ ഒരു റിലേഷനെ കുറിച്ച് പറയുന്നതെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ആണ് ഇതിൽ പറയുന്നത്, പേഴ്സണൽ മാനേജ്മെന്റിൽ പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ മാത്രം മാനേജ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു പേഴ്സണൽ മാനേജ്മെന്റ്. പക്ഷെ ഇവിടെ മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ സ്റ്റാഫ്, എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനെയും, എല്ലാ ലെവലിലുള്ളവരെയും ഒരു യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല. ടോപ്പ് ലെവൽ തുടങ്ങി ഏറ്റവും ബോട്ടം ലെവലിലുള്ള എല്ലാ എന്താ പറയാ എംപ്ലോയീസിനെയും അത് വെച്ചാൽ സ്റ്റാഫ്സിനെയും മാനേജ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ പേഴ്സണൽ മാനേജ്മെന്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതൊരു ഓൾഡ് കോൺസെപ്റ്റ് ആണ്. പഴയ രീതിയിൽ അതാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അതിനെ കുറച്ചുകൂടി റിഫൈൻ ചെയ്ത് പ്രോസസ് ചെയ്ത് മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു കോൺസെപ്റ്റിന്റെ പേരിലേക്ക് കൊണ്ടുവന്നു. HRM എന്ന് പറയുന്നത് ഒരു ന്യൂ കോൺസെപ്റ്റ് ആണ്. മനസ്സിലായോ? മനസ്സിലായോ പെട്ടി? പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ വരുന്നത് ഏതൊക്കെയാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തെറ്റി വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തെറ്റി തരാം, അത് കറക്റ്റ് ആണോ എന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ അപ്പൊ പെട്ടി അങ്ങോട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തേക്ക് പോകട്ടെ.
Now we have to study some definitions. ഇപ്പൊ നമ്മൾ പറഞ്ഞ പേഴ്സണൽ മാനേജ്മെന്റ് സ്പെല്ലിംഗ് തെറ്റിക്കരുത്. PERSONNEL ഈ പേഴ്സണൽ മാനേജ്മെന്റിന്റെ ആണ് വെച്ചാൽ തൊഴിലാളികളെ മാനേജ് ചെയ്യുന്നത് കേട്ടോ. ജോലിക്കാരെ, തൊഴിലാളികൾ, ജോലിക്കാർ, അതാണ് ആ പേഴ്സണലിന്റെ ആ സ്പെല്ലിങ്ങിന്റെ അർത്ഥം. PERSONAL അല്ല, അത് വ്യക്തിപരം എന്നാണ് അർത്ഥം. ഇത് പേഴ്സണൽ മാനേജ്മെന്റ് സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേക്കണം. ഈ പേഴ്സണൽ മാനേജ്മെന്റിനെ സംബന്ധിക്കുന്ന കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റിന്റെ കുറച്ച് ഡെഫിനിഷൻസ് എന്താ പറയാ കോമൺ ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് എന്താ പറയാ ആളുകൾ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഡെഫിനിഷൻ ഉണ്ട്. അതിലൊന്ന് എഡ്വിൻ ഫ്ലിപ്പോ എന്നാണ് കേട്ടോ. എഡ്വിൻ ഫ്ലിപ്പോയാണ്. എഡ്വേർഡ് ഫ്ലിപ്പോ എന്ന് ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടിലാണ്. പക്ഷെ നിങ്ങളിൽ എഡ്വിൻ ഫ്ലിപ്പോ ആയിട്ടുണ്ടാകണം. ബിക്കോസ് ഞാനത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണോ കറക്റ്റ് ചെയ്തിട്ട് പോകാം. ആണോന്ന് എഡ്വിൻ ഫ്ലിപ്പോ ആണല്ലോ, കറക്റ്റ് ആണ്. അടുത്ത ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ സ്റ്റീഫൻ ഡൺ. സ്റ്റീഫൻ ഡൺ, ഡൺ ആൻഡ് സ്റ്റീഫൻ ആണ് എന്റെ ഇവിടെ നോട്ടിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇറ്റ് ഹാസ് ടു ബി കറക്റ്റഡ് ആസ് സ്റ്റീഫൻ ഡൺ. സ്റ്റീഫൻ ഡൺ എന്നും ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ നോട്ടിൽ വന്നെന്തോ നോക്കിയേ. ഓക്കെ, അത് ശരി മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണ്. അത് കറക്റ്റ് ആണോ നിങ്ങളുടെ നോട്ടിലൊന്നും അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 ഡെഫിനിഷൻ ആണ് പേഴ്സണൽ മാനേജ്മെന്റ്, തൊഴിലാളികളെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഫസ്റ്റ് വൺ ജനറൽ കോമൺ ആയിട്ട്, അത് പർട്ടിക്കുലർലി ആരും കൊടുത്തിരിക്കുന്നതല്ല, ഒരു മാനേജ് അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? ഇസ് ദ സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ക്യാരീസ് ഔട്ട് ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ ആസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം അതർ സോഴ്സ് ഓഫ് പവർ. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ മറ്റ് പല എന്താ പറയാ കൊക്കോണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മണി, മെറ്റീരിയൽ, മെഷീൻസ്, പിന്നെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഓരോ ബിസിനസ്സുകാരും അവരവരുടെ ബിസിനസിനെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് മെത്തേഡുകൾ ഉപയോഗിക്കുന്നു. ഒരുപാട് പവേഴ്സ് ഉണ്ട്. ഈ പവേഴ്സിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഹ്യൂമൻ പവർ അല്ലെങ്കിൽ മാൻ പവർ അല്ലെങ്കിൽ എംപ്ലോയീസ്, പല പേരിലും നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ മാൻ പവറിനെ നമ്മൾ എങ്ങനെ വേർതിരിച്ച് അതിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അതിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. മറ്റുള്ളതിനെ ഒന്നും മാനേജ് ചെയ്യുന്നതല്ല. ഓൺലി മാനേജ്മെന്റ് ഓഫ് മാൻ പവർ ആൻഡ് ഓൾസോ യൂസ് ഓഫ് മാൻ പവർ, കൺട്രോൾ ഓഫ് മാൻ പവർ. മനുഷ്യന്മാരെ, മനുഷ്യ വിഭവത്തെ, മനുഷ്യശക്തിയെ ബിസിനസ് ഓർഗനൈസേഷനിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് ഒരു കോമൺ ആയിട്ടുള്ള ഡെഫിനേഷൻ പറഞ്ഞത്. മനസ്സിലായോ? എന്താണ്? പണത്തെ മാനേജ് ചെയ്യുന്നതല്ല, മെറ്റീരിയൽസിനെ മാനേജ് ചെയ്യുന്നതല്ല, മെഷീൻസിനെ മാനേജ് ചെയ്യുന്നതല്ല, വേറെ ഒരു രീതിയിലുള്ള മെത്തേഡ്സോ ടെക്നിക്സോ മാനേജ് ചെയ്യുന്നതല്ല. ഇറ്റ്സ് ഓൺലി ദ മാനേജ്മെന്റ് യൂസ് കൺട്രോൾ ഓഫ് മാൻ പവർ. മനസ്സിലായി? അതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഫസ്റ്റ് ഡെഫിനിഷൻ ക്ലിയർ ആണോ? സിമ്പിൾ ആണ് അല്ലേ? ഡെഫിനിഷൻസ് ഒന്നും ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പെട്ടിയും ആ സിഗ്നിഫിക്കൻസും ഒക്കെ പറഞ്ഞതുപോലെ ഇതും ഇമ്പോർട്ടന്റ് ആണ്. 3 ഡെഫിനിഷനും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വേണമെങ്കിൽ ഞാൻ ചോദിക്കും, ഡാഷ് ഈസ് that stage of management which carries out effective control and use of manpower as distinguished from other sources of power. എന്ന് ചോദിച്ചാൽ അത് പേഴ്സണൽ മാനേജ്മെന്റ് ആണെന്ന് അറിയണം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ ഡെഫിനിഷൻ? ഓക്കെ ആണ്. ഓക്കെ, then അടുത്തത് എഡ്വിൻ ഫ്ലിപ്പോ നൽകിയിരിക്കുന്ന മറ്റൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇച്ചിരി ലെങ്ത് കൂടിയതാണ്, പക്ഷെ എളുപ്പം ഓർത്തിരിക്കാൻ പറ്റിയ ഒരു ഡെഫിനിഷനാണ്. കാരണം എന്താ, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതിന് കുറെ കാര്യങ്ങൾ. ഈ മനുഷ്യന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ മനുഷ്യ പവറിനെ, മാൻ പവറിനെ നമുക്ക് ചെയ്യാറുണ്ട്. ആ മാൻ പവറിനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യണം, അതിനെ ഓർഗനൈസ് ചെയ്യണം, അതിനെ ഡിറക്ട് ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യണം, അതിനെ പ്രൊക്യൂർ ചെയ്യണം. എന്ന് വെച്ചാൽ മനുഷ്യ വിഭവങ്ങള് നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വേക്കൻസി അല്ലെ, ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഒന്നല്ല ഒന്നിൽ കൂടുതൽ കുറച്ച് വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ how that vacancies can be filled, ആ വേക്കൻസീസ് ഒക്കെ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം, വേണ്ടേ? അതിന് വേണ്ട നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഡയറക്ഷൻസും മറ്റുള്ള ആളുകൾക്ക് കൊടുക്കണം. പിന്നെ അതിനെ കൺട്രോൾ ചെയ്യണം. അതിന്റെ എന്താ പറയാ, കൊണ്ടുവരേണ്ട ആളുകൾ എത്രയൊക്കെയാണെന്നുള്ളത് കൺട്രോൾ ചെയ്ത് പ്രൊക്യൂർ ചെയ്യണം. പ്രൊക്യൂർ എന്താ, നേടിയെടുക്കണം. എംപ്ലോയീസിനെ പല സ്ഥലങ്ങളിൽ നിന്നും, ജനറൽ ലേബർ മാർക്കറ്റിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളോട് പറഞ്ഞിട്ട് അവര് സജസ്റ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യുന്നവരാകാം,
ഏത് രീതിയിലാണെങ്കിലും അങ്ങനെ. പിന്നെ അവർക്ക് അവരെ റിക്രൂട്ട് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ട് അവരെ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യും. പ്രൊക്യൂർമെന്റ് മീൻസ് റിക്രൂട്ട് ചെയ്യുക, എംപ്ലോയീസ് ആയിട്ട് എന്താ പറയാ അപ്പോയിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് ജോലി കൊടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ കോമ്പൻസേഷൻസ്, സാലറിയോ വേജസോ എന്തൊക്കെയാണോ അത് അവരുടെ കോമ്പൻസേഷൻസ് അവരെ ഇന്റഗ്രേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ അതുപോലെ തന്നെ പല രീതിയിലുള്ള മെയിൻ്റനൻസ്, ട്രെയിനിങ്, സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വിട്ടുപോകല്, പിരിഞ്ഞു പോകല്, എപ്പോഴെങ്കിലും ഒക്കെ നിർത്തി പോകുമല്ലോ ഇത്. അപ്പൊ തുടക്കം മുതൽ അവസാനം വരെ കാര്യങ്ങളെല്ലാം ഈ മാൻ പവറിനെ കുറിച്ചിട്ട് അപ് ടു ദ എൻഡ്, ആ ഇൻഡിവിജ്വലിന്റെ അവസാനം ഓർഗനൈസേഷനിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് വരെയുള്ള എന്താ പറയാ ഇൻഡിവിജ്വൽ ആയിട്ട് ആ എംപ്ലോയീസിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങള്, ആ എംപ്ലോയീസ് ഉപയോഗിച്ച് ഓർഗനൈസേഷൻ നേടിയെടുക്കുന്ന കാര്യങ്ങള്, അത് സമൂഹത്തിന് അതിന്റെ എന്തൊക്കെ ലക്ഷ്യങ്ങളാണോ ഫുൾഫിൽ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് ഫ്ലിപ്പോ പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായമുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടേതായ അഭിപ്രായത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം, എഴുതാം. അപ്പൊ ഫ്ലിപ്പോ പറയുന്നത് അതാണ്. നേരത്തെ പേഴ്സണൽ മാനേജ്മെന്റിനെ പറഞ്ഞത് which carries out effective and control and use of മാൻ പവറിനെ ഇഫക്റ്റീവായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം, ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. മറ്റ് ഏത് പവർ ഓഫ് സോഴ്സ് ഓഫ് പവറിനേക്കാള് കൂടുതൽ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത്, ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടത് മാൻ പവർ ആണെന്ന് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്ത ഡെഫിനിഷൻ ഫ്ലിപ്പോന്റേതായ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്, organizing, directing and controlling of the procurement, development, compensation, integration, maintenance and separation of human resources to the end that individual, organizational and social objectives are fulfilled. മനസ്സിലായോ? എഡ്വിൻ ഫ്ലിപ്പോന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? വലിയത് കാണുമ്പോൾ തന്നെ ഓർത്താൽ മതി, പ്ലാനിങ് ഇതായത് കൊടുത്ത ഡെഫിനിഷൻ ആണെന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാകും. എന്താ പറയാ, അക്കോർഡിംഗ് ടു ഡാഷ് പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്. മനസ്സിലാക്കുക, അവിടെ നമ്മൾ എഴുതുന്നത് എഡ്വിൻ ഫ്ലിപ്പോന്റെ ഒരു ഡെഫിനിഷൻ ആണെന്നാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, അടുത്തത് the definition given by Stephen Dunn. ഇനി അക്കോർഡിംഗ് ടു സ്റ്റീഫൻ ഡണ്ണിന്റെ അഭിപ്രായത്തിൽ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? ഓക്കെ, ഓരോ ഡെഫിനിഷനും വേർതിരിച്ചറിയാനായിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. മറ്റേതില് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, മെയിൻ്റനൻസ് ഒക്കെ ഇൻഡിവിജ്വലിന്റെ. മനസ്സിലായോ? ആ ഇൻഡിവിജ്വൽസിന്റെ ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് അവരെ എന്താ പറയാ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സംബന്ധമായ, സൊസൈറ്റി സംബന്ധമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഫ്ലിപ്പോ കൊടുത്ത ഡെഫിനിഷൻ. എന്നാൽ സ്റ്റീഫൻ ഡൺ പറയുന്നു പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ദാറ്റ് ഇൻവോൾവ്സ് ഓൾ മാനേജേഴ്സ്, ലൈൻ ആൻഡ് സ്റ്റാഫ്. ഇതാണ് അദ്ദേഹം ചുരുക്കി അവർ പറയുകയാണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഇതൊരു പ്രക്രിയയാണ്. എന്തിനുള്ള പ്രക്രിയയാണ്? ഫോർ അട്രാക്ടിങ് എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക, അട്രാക്ട് ചെയ്ത് വന്ന എംപ്ലോയീസിനെ ഹോൾഡ് ചെയ്യുക, അവരെ മോട്ടിവേറ്റഡ് ആക്കുക. അതിനകത്ത് എല്ലാവരും പെടും. ആരൊക്കെ പെടും? മാനേജേഴ്സും സ്റ്റാഫുകളും ലൈൻ മാനേജർ ആരൊക്കെ ആയിക്കോട്ടെ എല്ലാവരും അതിനകത്ത് പെടും. ഇവരെ എല്ലാവരെയും വൃത്തിയായിട്ട് അവരെ എന്ത് ചെയ്യുക, നേടുക, അവരെ അട്രാക്ട് ചെയ്യുക, അവരെ മോട്ടിവേറ്റഡ് ആക്കുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് സ്റ്റീഫൻ ഡൺ പറയുന്നത്. മനസ്സിലായോ? സ്റ്റീഫൻ ഡണ്ണിന്റെ അഭിപ്രായത്തിൽ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? ക്ലിയർ ആണോ? യെസ്, the personal management is the process of, അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റുന്ന വേർഡ്സ് ആണ് process of attracting, motivating, holding. ആ വേർഡ്സ് ഓർത്താൽ മതി. എന്നാണ് സ്റ്റീഫൻ ഡണ്ണിന്റെ ഡെഫിനിഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. യെസ്, ആൻഡ് ഫ്രം ദിസ് ഡെഫിനിഷൻ, ഈ ഡെഫിനിഷനിൽ നമുക്ക് 3 വേർഡുകൾ അവിടെ സ്ട്രൈക്ക് ചെയ്യാം. ഏതൊക്കെയാണത്? അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റീഫൻ ഡൺ പറയുന്നു എംപ്ലോയീസിനെ ഒരു ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യുക, അവരെ ഹോൾഡ് ചെയ്യുക, അവരെ മോട്ടിവേറ്റഡ് ആക്കുക എന്നാണ് സ്റ്റീഫൻ ഡണ്ണിന്റെ പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ചുള്ള അഭിപ്രായം. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ്? ഇതെന്താണ് ഇതിന്റെ അർത്ഥം? ഇപ്പൊ നമ്മളെ
എന്താ പറയാ അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ. ഇപ്പൊ നമ്മൾ അറിയാലോ, ഒരു ഓർഗനൈസേഷനിൽ വേക്കൻസീസ് വരാണ്. വേക്കൻസീസ് വരുമ്പോൾ ഓർഗനൈസേഷൻ വിൽ അഡ്വർടൈസ്, ഇതിനെ കുറിച്ചൊരു പരസ്യം ചെയ്യും. ഇവിടെ എത്ര ആളുകളുടെ ഒഴിവുണ്ട്, ഇന്ന ഏരിയയിലാണ്, അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവുണ്ട്, ഇപ്പൊ ടീച്ചേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫിനെ വേണം. ഈ ഒഴിവുകൾ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും അത് പരസ്യം ചെയ്യും. ചിലർ പേപ്പറിലായിരിക്കും, ന്യൂസ് പേപ്പറിലായിരിക്കും, ഡെയിലി ന്യൂസിലായിരിക്കും അഡ്വർടൈസ് ചെയ്യുക. ചിലര് ടെലിവിഷനില്, പിന്നെ മറ്റ് ഓൺലൈൻ മീഡിയാസ് നമുക്ക് ഒരുപാടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഏത് രീതിയിലും അത് ഓരോരുത്തർക്കും എന്താ പറയാ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ ഫിനാൻഷ്യൽ ഇതൊക്കെ നോക്കിയിട്ട് അവര് അത് അഡ്വർടൈസ് ചെയ്യും. ഈ അഡ്വർടൈസ് ചെയ്യുമ്പോൾ ആ അഡ്വർടൈസ്മെന്റില് കാൻഡിഡേറ്റ്സ് ഹാവ് ടു ബി അട്രാക്റ്റഡ്. തീർച്ചയായിട്ടും അത് വായിക്കുന്ന ആ കാൻഡിഡേറ്റ്സ് ഒരുപാട് ആളുകൾ അൺഎംപ്ലോയിഡ് ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് ശ്രദ്ധിക്കും, ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ തോന്നും. സോ അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് ആളുകൾക്ക് തോന്നണമെങ്കിൽ, അങ്ങനെ ഒരു ഫീലിംഗ് ആളുകളിൽ വരണമെങ്കിൽ they have to provide അല്ലെങ്കിൽ ഓഫർ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ്. എന്ത് ചെയ്യണം? അവർക്ക് പല കാര്യങ്ങളും അവർക്ക് ഓഫർ ചെയ്യണം. അങ്ങനെയാണ്. അപ്പൊ അവിടെ നല്ല സാലറിയുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ വേക്കൻസി കഴിയുമ്പോൾ തന്നെ വേഗം തന്നെ അപ്ലൈ ചെയ്യുന്നു. കാരണം അവർക്കറിയാം ഇങ്ങനെയുള്ള റിവാർഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവര് ഓഫർ ചെയ്യുന്നത് അവിടുത്തെ ജോലിക്കാർക്ക്. അപ്പൊ അതിന്റെ ആ ഒരു കാര്യങ്ങളിൽ കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ട് പുതിയ പുതിയ കാൻഡിഡേറ്റ്സും ഇവിടെ ജോലിക്ക് വരാനായിട്ട് എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻസ്, റെസ്യൂമേ അവര് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവര് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലങ്ങള്, റിവാർഡുകള്, പണമായിട്ടോ പണമല്ലാത്ത രീതിയിലോ, പണമല്ലാത്ത റിവാർഡുകൾ കൊടുക്കാൻ പറ്റും. മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ് കൊടുത്ത് നമുക്ക് എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാം എന്ന് പറയുന്നു. പണമല്ലാതെ വല്ല എന്തെങ്കിലും എന്താ പറയാ നോൺ മോണിറ്ററി റിവാർഡ്സ്, can you say any example for that? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പണമില്ലാത്ത പ്രതിഫലം കൊടുക്കാൻ പറ്റുക? ചിന്തിച്ചോ നിങ്ങള്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പറയ്, നിങ്ങൾക്കറിയാൻ പറ്റും. കുറെ പേരൊക്കെ ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരായിരിക്കാം, ജോലി ചെയ്തിരുന്നവരുടെ ഇപ്പൊ ചിലപ്പോ ബ്രേക്ക് എടുത്തിരിക്കുന്നവരായിരിക്കാം. നമ്മുടെ വീടുകളില് അതെ, ജോലിയുടെ വർക്കിംഗ് എൻവയോൺമെന്റ് മെച്ചപ്പെടുത്തി കൊടുക്കുക. അതെ, ചില ആളുകൾ അവരുടെ ജോലി നല്ല വൃത്തിയായിട്ട് മനോഹരമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അവരോട് ഒരു പ്രത്യേക പരിഗണന കൊടുത്തിട്ട് അവർക്ക് കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഒക്കെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക. അത് തന്നെ, അത് നോൺ മോണിറ്ററി ബെനിഫിറ്റുകളുണ്ട് അല്ലെ. എല്ലാവരുടെയും നല്ല രീതിയിലുള്ള വർക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും നല്ല രീതിയിലുള്ള റിസൾട്ട് കമ്പനിക്ക് നേടി കൊടുത്തെങ്കിൽ എല്ലാവരുടെയും വർക്കിട്ട് ഒരു ദിവസം 2 ഡേ ട്രിപ്പ് ഒക്കെ അങ്ങ് കൊണ്ടുപോകുക, പൈസ ഒന്നും മേടിക്കാണ്ട്. അതൊക്കെ ഒരു നോൺ മോണിറ്ററി ബെനിഫിറ്റ് ആണ് തീർച്ചയായിട്ടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫെസ്റ്റിവലോ മറ്റോ വരുമ്പോ എല്ലാവർക്കും എംപ്ലോയീസിനൊക്കെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇത് പിന്നെ അട്രാക്ട് ദ എംപ്ലോയീസ്, ഒരുപാട് ആളുകളെ ആകർഷിക്കും. അപ്പോ ബൈ ഓഫറിംഗ് സ്യൂട്ടബിൾ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ദ എംപ്ലോയീസ് ക്യാൻ ബി അട്രാക്റ്റഡ്. എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാം? അട്രാക്ട് ചെയ്യാം. അതാണ് അട്രാക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് ഹോൾഡിംഗ് ഓർ റിട്ടൈനിങ് ആണ്. ഈ വന്നു ചേർന്നവരെ പിന്നെ നമ്മള് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവരെ വിട്ടു കളയാനായിട്ട് നമ്മള് പറ്റരുത്, വിട്ടു കളയരുത്. അപ്പൊ അവരെ വിട്ടു പോകാതിരിക്കണമെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നു പുറത്തുനിന്ന് നോക്കിയപ്പോ നല്ല ജോലിക്കാണെന്ന് നോക്കി കണ്ടു, അപ്പൊ ജോലിക്ക് വന്ന് കയറി ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ പഠിച്ചു ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ നമ്മൾ ഇഷ്ടപ്പെടാത്ത വർക്കിംഗ് എൻവയോൺമെന്റ്, വർക്കിംഗ് കണ്ടീഷൻ അകത്ത് കയറിയപ്പോഴും മനസ്സിലായത്. പുറത്തുനിന്ന് നോക്കിയപ്പോ അത്രയും ഫീൽ ചെയ്തില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും പോണം, പറ്റില്ല നമുക്കിത് എന്ന് നിർത്തി പോണം. അങ്ങനെ ചിലരൊക്കെ കൊഴിഞ്ഞു പോകും അല്ലെ, ലേബർ ടേൺ ഓവർ വരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ അവരെ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്യണമെങ്കിൽ ബൈ ഇംപ്രൂവിംഗ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല രീതിയിലുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ നിലവിലുള്ള വർക്കിംഗ് എൻവയോൺമെന്റിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എംപ്ലോയീസ് ഒഴിഞ്ഞു പോകാതെ അവിടെ തന്നെ റിട്ടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും, അവിടെ തന്നെ നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പൊ ബൈ ഇംപ്രൂവിംഗ് എങ്ങനെയാണ് വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് നമ്മൾ എന്തിനെ സഹായിക്കുന്നത്? എംപ്ലോയീസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അട്രാക്ടിങ്, ഹോൾഡിങ്, അതുപോലെ തന്നെ അടുത്ത് പറയാൻ പോകുന്നത് മോട്ടിവേറ്റിങ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പ്ലാൻ ചെയ്തേക്ക് ആ 3 ഇനി അടുത്ത എന്താ? മോട്ടിവേറ്റിംഗ്. ആ സ്റ്റീഫൻ പറഞ്ഞ ഡെഫിനിഷനിലെ 3 വേർഡ്സ് ആണ് അട്രാക്ടിങ്, ഹോൾഡിങ് ആൻഡ് നെക്സ്റ്റ് വൺ മോട്ടിവേറ്റിംഗ്. ഇനി എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എംപ്ലോയീസിനെ? അതായത് ഇൻ എവറി ബിസിനസ് ഓർഗനൈസേഷൻ they have
business organizations have some rules, policies and procedures. ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും എന്തുണ്ട്, അവിടെ തൊഴിലാളികൾ ഫോളോ ചെയ്യുന്ന ചില ഹ്യൂമൻ പോളിസീസ് ഉണ്ട്, ഹ്യൂമൻ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അത് അവിടെ എംപ്ലോയീസിനെ കൊണ്ട് കൃത്യമായിട്ട് അവരെ കൊണ്ട് അത് പാലിച്ചു തന്നെ അവരുടെ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. എന്ന് വെച്ചാൽ ഈ ബിസിനസ് ഓർഗനൈസേഷന്റെ റൂളാണ്, ദിസ് ഈസ് ദ പ്രൊസീജിയർ, ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യാനും അത് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കാനും ഓരോ എംപ്ലോയീസിനെ അങ്ങനെ അവരെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് ഗ്രാജുവൽ ആയിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് എംപ്ലോയീസിന്റെ മനസ്സിൽ അവർക്ക് തന്നെ എന്താണ് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, വ്യക്തിപരമായ സംതൃപ്തി, ഞാൻ ഇതെല്ലാം കൃത്യമായിട്ട് അടുത്തും ചിന്തയും അവിടുത്തെ പോളിസീസ് ഒക്കെ ഫോളോ ചെയ്യുക, ഞാൻ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ആ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അത് എംപ്ലോയീസിന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മോട്ടിവേറ്റിംഗ്. അപ്പൊ മോട്ടിവേറ്റിംഗ് ദം ടു ഫോളോ ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ പോളിസീസ്, ഹ്യൂമൻ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാനായിട്ട് മറ്റുള്ള എല്ലാ എംപ്ലോയീസിനെയും മോട്ടിവേറ്റ് ചെയ്യുക. അത് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ക്ലിയർ ആയോ? സ്റ്റീഫൻ പറഞ്ഞ 3 വേർഡ്സ്: അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 അണ്ടർലൈൻ ചെയ്യണേ. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ദ പേഴ്സണൽ മാനേജർ. ഈ തൊഴിലാളികളെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു പേഴ്സണൽ മാനേജർ ഉണ്ട്. എല്ലാ തൊഴിലാളികളൊക്കെ അവരുടെ ജോലികളൊക്കെ വൃത്തിയായി ചെയ്യുന്നുണ്ടോ, അവരേതെങ്കിലും തരത്തിൽ ഉഴപ്പുന്നുണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണൽ മാനേജർ. സോ ആ പേഴ്സണൽ മാനേജർക്ക്, അങ്ങനെ തൊഴിലാളികളെ മാനേജ് ചെയ്യുന്ന ആൾക്ക് വാട്ട് ഓൾ ക്വാളിറ്റീസ് ആൾക്ക് ഉണ്ടാകേണ്ട ചില ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതാണ് ഇത് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ തിയറി. എന്തായിരിക്കണം നമ്മുടെ ഈ പേഴ്സണൽ മാനേജർ? ഓർഗനൈസേഷൻ തിയറിയില് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ മാനേജ് ചെയ്യാൻ പോണ ആള് ആ ഓർഗനൈസേഷന്റെ എന്താ പറയാ പോളിസീസ്, ഡിസിപ്ലിൻ, ഇതൊക്കെ ആളറിയണം ആദ്യം തന്നെ. ഞാൻ ആരെങ്കിലും മാനേജ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ ശരിയായ രീതിയിൽ അവരെ മാനേജ് ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എനിക്കറിയണം, വ്യക്തമായിട്ടും ഇതിനെ കുറിച്ചൊരു ധാരണ എനിക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ എനിക്ക് മറ്റുള്ളവരെ മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഇന്ന കാര്യങ്ങൾ ടീച്ചർ ചെയ്യണം, അവരുടെ സ്റ്റാഫുകൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കണം. അപ്പൊ എന്താണ് നമ്മുടെ ഓർഗനൈസേഷന്റെ പോളിസീസ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, ആ ഓർഗനൈസേഷന്റെ എന്താ പറയാ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ എങ്ങനെയുള്ളത്, ഇതെല്ലാം എന്താണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ദ പേഴ്സണൽ മാനേജർ ഹാസ് ടു നോ. ആൾ അതിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. മനസ്സിലായോ? ആൻഡ് ലൈക്ലി ടു ബി ആൻ ഇഫക്റ്റീവ് അഡ്വൈസർ. മാത്രമല്ല, ഇഫ് ഹി ഓർ ഷീ ഫൈൻഡ് സംതിങ്, നമുക്ക് ഈ എംപ്ലോയീസിന്റെ ഇടയിൽ അവരെന്തെങ്കിലും വേണ്ടാത്തതോ അല്ലെങ്കിൽ എന്താ പറയാ പോളിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എംപ്ലോയീസ് ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ, ഓർഗനൈസേഷണൽ മാറ്റേഴ്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടാൽ, ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ എന്ത് ചെയ്തോളണം? ഇറ്റ് ഷുഡ് ബി എന്താ പറയാ advised or it should be communicated to the top management. അത് ആർക്ക് എത്തിക്കണം? അത്തരം ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ എംപ്ലോയീസ് ഏതെങ്കിലും രീതിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ മറ്റു രീതിയിൽ പെരുമാറുകയോ ചെയ്താൽ അത് ടോപ്പ് ലെവലിലെ മാനേജ്മെന്റിനെ അറിയിക്കുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജറിന്റെ ഡ്യൂട്ടി, അല്ലെങ്കിൽ ആളുടെ എന്താ പറയാ ക്വാളിറ്റി. അത് നല്ല രീതിയിൽ അപ്പൊ സ്വന്തമായിട്ട് അവിടുത്തെ ഓർഗനൈസേഷന്റെ പോളിസീസ്, തിയറീസ് എല്ലാം അറിയണം. എംപ്ലോയീസിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണം. ആ മാനേജ് ചെയ്യുന്നതിന്റെ സമയത്ത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുണ്ടെങ്കിൽ അത് ടോപ്പ് മാനേജ്മെന്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ തന്റെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ്, അതായത് തന്റെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അയാളുടെ തന്നെ ഡിപ്പാർട്ട്മെന്റും അയാൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന മാത്രം പോലെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് കൂടി മാനേജ് ചെയ്യാൻ ഹെൽപ്പുള്ള ആളായിരിക്കണം. അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി ഓഫ് പേഴ്സണൽ മാനേജർ. ക്ലിയർ ആയോ? ഈ എന്താ പറയാ എല്ലാ പോയിന്റ്സും നിങ്ങൾ പഠിക്കണം. ഞാൻ കുറച്ച് പോയിന്റ്സ് ടിക്കിടാൻ പറയും, അത് മാത്രം നിങ്ങൾ പഠിക്കുക. ക്വാളിറ്റീസ് ഓഫ് പേഴ്സണൽ മാനേജറിൽ വരുന്നത് ഏതൊക്കെയാണ്, താഴെ പറയുന്നതിൽ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഞാൻ പറയുന്ന സെന്റൻസ് ടിക്ക് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ കേട്ടിരിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ. അടുത്തത്, ഹി ഷുഡ് ബി റിയൽ എക്സ്പെർട്ടൈസ് ഇൻ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. ഈ ജോലിക്കാരെ, തൊഴിലാളികളെയൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിൽ നല്ല എക്സ്പെർട്ട് ആയിരിക്കണം, വിദഗ്ധനായിരിക്കണം. ആള് ശരിയായ വിദഗ്ധനായിരിക്കണം. എന്ന് വെച്ചാൽ ഹി ഷുഡ് നോ ദ റെലവന്റ് ലോസ്, പ്രൊസീജിയേഴ്സ്, ടെക്നിക്സ്. ഒരു ഓർഗനൈസേഷന്റേതായ നിയമങ്ങളും അവിടുത്തെ പ്രൊസീജിയേഴ്സും അവിടുത്തെ ടെക്നിക്കുകളും എല്ലാം ആളറിഞ്ഞിരിക്കണം. അതില് എല്ലാം പുള്ളി എക്സ്പെർട്ട് ആയിരിക്കണം.
ഒരു എക്സ്പേർട്ടിന് മാത്രമേ മറ്റു കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഇതിലെല്ലാം വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആർക്കും അറിയാം. അപ്പൊ ഒരു പേഴ്സണൽ മാനേജർ ഈ പറയുന്ന ക്വാളിറ്റി ഉണ്ടായിട്ട് he should be or she ആരെങ്കിലും ആയിക്കോട്ടെ, ആണോ പെണ്ണാക്കാം, ഒരു റിയൽ എക്സ്പേർട്ട് ഇൻ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? Next one, third one, he should have an ample knowledge of behavioral sciences. Ample knowledge, മതിയായ രീതിയിലുള്ള ഒരു അറിവ് എന്തിനെ കുറിച്ചിട്ടായിരിക്കണം? ബിഹേവിയറൽ സയൻസ്. ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, അവര് എങ്ങനെ അവരെ കൊണ്ട് കൂടുതൽ വർക്ക് മോർ ഇഫക്റ്റീവ്ലി നല്ല രീതിയിൽ കാര്യക്ഷമമായി അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അങ്ങനെ കമ്പനിയുടെ ഗോള് നേടിയെടുക്കാനും ഒക്കെ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനം. ആ പഠന രീതിയാണ് നമ്മൾ ബിഹേവിയറൽ സയൻസ് വിളിക്കുക. ഓക്കെ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഇഷ്ടംപോലെ എംപ്ലോയീസ് ഉണ്ടല്ലോ. ഈ എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെ അവരെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കി, എന്താ പറയാ, അവരുടെ പെർഫോമൻസിനെ വളർത്തി ഉയർത്തി നല്ല രീതിയിലുള്ള റിസൾട്ട് കൊണ്ടുവന്ന് ആ ഓർഗനൈസേഷന്റെ ഗോള് നേടിയെടുക്കാൻ വേണ്ടി അവരെ എങ്ങനെ പ്രാപ്തരാക്കാം എന്നത് പഠിക്കണം ആദ്യം. അതെങ്ങനെയാണെന്ന് ആദ്യം എങ്ങനെയാണ് പഠിക്കണം. നമുക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കാം, ഇഫക്റ്റീവ് ആയിട്ടുള്ള ജോലി ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും മാർഗം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ട് പഠനം നടത്തേണ്ടി വരും. ആ ഒരു പഠന രീതി അങ്ങനെയാണ് എന്ത് ബിഹേവിയറൽ സയൻസ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മുടെ പേഴ്സണൽ മാനേജർക്ക് ഈ പറയുന്ന ബിഹേവിയറൽ സയൻസിനെ കുറിച്ച് നല്ല നോളജുള്ള ആളായിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? ബിഹേവിയറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല അറിവുള്ള ആളായിരിക്കണം നമ്മുടെ പേഴ്സണൽ മാനേജർ. ഈ ബിഹേവിയറൽ സയൻസ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. വർക്കേഴ്സിനെ ഹൗ ക്യാൻ ബി ഗെറ്റ് മോട്ടിവേറ്റഡ്, അവരെങ്ങനെ മോട്ടിവേറ്റഡ് ആക്കാം, അവരെങ്ങനെ മോർ ഇഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്താം. ആ പഠനത്തിന് നടത്താൻ പറ്റുന്ന ഒരാൾ, ആ പഠനങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം, അതിനുള്ള അറിവുള്ള ആളായിരിക്കണം നമ്മുടെ personal manager. അതാണ് നമ്മുടെ മൂന്നാമത്തെ point. And the next one, he must have an acute sense of social justice and fully appreciative of the rights and interests of men and women at work, as well as of the economic necessities of the management. അത്രേ ഉള്ളൂ. ഇത്ര ആലോചിച്ചാൽ മതി. ഇങ്ങനൊരു സോഷ്യൽ ജസ്റ്റിസ് കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും, സാമൂഹ്യ നീതി നടപ്പിലാക്കുന്ന ആളായിരിക്കും. എന്ന് വെച്ചാൽ എന്താ, സാമൂഹ്യ അനീതി ന്യായം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ബിസിനസ് ഓർഗനൈസേഷനിൽ പേഴ്സണൽ മാനേജർക്ക് ചില ആളുകളോട് പ്രത്യേകം ചില പരിഗണന, ചിലരോട് പ്രത്യേകം ഒരു എന്താ പറയാ പാർഷ്യാലിറ്റി എന്നൊക്കെ പറയും അല്ലെ, ഒരു പക്ഷപാതം അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ആ പാർഷ്യാലിറ്റി, ചിലരുടെ പ്രത്യേകം ഒരു ഫേവറിറ്റിസം എന്നൊക്കെ നമുക്ക് പറയും അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും പാടില്ല. സോഷ്യൽ ജസ്റ്റിസ് എന്ന് വെച്ചാൽ അവിടുത്തെ ഓർഗനൈസേഷന്റെ നീതി, നിയമം, റൂൾസ്, പ്രൊസീജിയേഴ്സ് എന്താണോ അത് നോക്കുക. ഹ്യൂമൻ പോളിസീസ്, ഹ്യൂമൻ റിസോഴ്സ് പോളിസി ഉണ്ട്. അവിടുത്തെ ജോലിക്കാരെയൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നതെന്ന് ഉള്ളതിന് അതിൻ്റെതായ കുറെ പോളിസീസ് ഉണ്ട്. അത് പ്രകാരമായിരിക്കണം ഓരോരുത്തരെയും അവർ കാണേണ്ടത്. പേഴ്സണൽ മാനേജർ ആരോടും പ്രത്യേക പരിഗണന ഉണ്ടാവാൻ പാടില്ല. വെദർ മെൻ ഓർ വുമൺ, ആരായിക്കോട്ടെ, സ്ത്രീയോ പുരുഷനോ ആരായിക്കോട്ടെ, എല്ലാവരും സാമൂഹ്യപരമായിട്ടുള്ള നീതി കീപ്പ് ചെയ്യുന്ന ആളായിരിക്കണം. മനസ്സിലായി? അന്യായം, അനീതി ആരും കാണിക്കാൻ പാടില്ല, സ്ത്രീ ആയോടും പുരുഷനായാലും. ഓക്കെ, അത് ഓർഗനൈസേഷന്റെ ഇക്കണോമിക് നെസസിറ്റീസ്, അവിടുത്തെ ബിസിനസിന്റെ മാനേജ്മെന്റിന്റെ എന്താ പറയാ അവരുടെ താല്പര്യങ്ങൾക്ക്, ബിസിനസ് മാനേജ്മെന്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പേഴ്സണൽ മാനേജര് അവിടെയുള്ള ആരോടും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പരിഗണനയും പ്രത്യേകം ആർക്കും കാണിക്കാൻ പാടില്ല. സോഷ്യൽ ജസ്റ്റിസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എല്ലാവരുടെയും താല്പര്യങ്ങളെയും അവകാശങ്ങളെയും ഒക്കെ പുള്ളി മാനിക്കണം. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യങ്ങളോ ആവശ്യങ്ങളോ അവകാശങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉയർത്തുമ്പോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുക, അത് പുരുഷന്മാരാണെങ്കിൽ അവർക്ക് അനുകൂലിച്ച് പറയാം, അത് പാടില്ല. അത്ര വിചാരിച്ചാൽ മതി. മനസ്സിലായോ? അടുത്ത പോയിന്റ് മനസ്സിലായോ? നാലാമത്തെ, യെസ്, അഞ്ചാമത്തെ, he should be capable of creative thinking. പിന്നെ എന്തുണ്ടായിരിക്കണം? ഈ പേഴ്സണൽ മാനേജർ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്, ആരെങ്കിലൊക്കെ ചെയ്തു വെച്ചത് കോപ്പി അടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോ ആരുടെങ്കിലും ഉപദേശത്തിന് വേണ്ടി തേടി ഓടി നടക്കുകയോ ഒന്നും പാടില്ല. സ്വന്തമായിട്ട് തനിക്ക് മുമ്പിൽ വരുന്ന എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്, സ്വന്തമായിട്ട് സൃഷ്ടിച്ച് ചിന്തിച്ച് എടുക്കാൻ പറ്റുന്ന കഴിവുള്ള ആളായിരിക്കണം. ഒരു ക്രിയേറ്റീവ് തിങ്ക് ആണ്. സ്വന്തമായിട്ട്
ചിന്തിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾ അല്ലെ. അതാണ് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികളും വലിയവരും അതൊക്കെ ഇതൊന്നും സ്വന്തമായിട്ട് ചിന്തിക്കില്ല. ഒക്കെ എന്താ പറയാ ഇങ്ങനെ നടക്കുകയാണ് അല്ലെ, ഏതോ ഒരു മായാലോകത്തിലെന്നതുപോലെ. കാരണം നമ്മൾ കാണുന്നത്, നമുക്ക് ചുറ്റും കാണുന്ന കുറെ എന്താ പറയാ അവരിവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോസും ഇതൊക്കെ നമ്മളിങ്ങനെ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് നമ്മുടെയൊക്കെ ബുദ്ധിയൊക്കെ ഇങ്ങനെ എവിടേക്കോ തളർന്നു കിടക്കുകയാണ്. ചിന്തിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ചിന്തിച്ചിരുന്ന കാലഘട്ടങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പോയിട്ട് ഒന്നിനും നേരമില്ലാത്ത പോലെയാണ്. കുട്ടികളെ നമ്മൾ വഴക്കുറയും. കുറച്ചൊന്ന് ആലോചിക്കുകയെ, കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിപ്പോ, പഠിക്കുന്ന സമയത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് നോക്കുക. അവർക്ക് ചിന്തിക്കാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നുമില്ല, കഴിവുണ്ട്. നല്ല രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ എടുക്കാൻ അവർക്ക് തന്നെ സമയം വേണം. കാരണം അവർ കൂടുതലും ഈ പറയുന്ന മൊബൈൽ ഫോണുകളൊക്കെ യൂസ് ചെയ്ത് ആ ശക്തി അവരില്ലാതെ ഇങ്ങനെ കുറഞ്ഞു വരിക. അത് പഠനത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. കൂടുതൽ ചിന്തിച്ചെടുക്കും. നല്ല നല്ല എന്താ പറയാ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചില ആൻസേഴ്സ് ഒക്കെ അവരിൽ നിന്ന് കേൾക്കുമ്പോ നമ്മളിന്ന് വിചാരിക്കും ഇതെങ്ങനെ കുട്ടികൾ എങ്ങനെ ചെയ്യുന്നു. അത് അപ്പൊ അതിന് കഴിവുകളുള്ളവർ തന്നെയാണ് എല്ലാവരും. അതുപോലെ തന്നെ അപ്പൊ ഈ നമ്മുടെ പേഴ്സണൽ മാനേജറും ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആളായിരിക്കണം. മറ്റുള്ളവരുടെ ഉപദേശം തേടാനോ എപ്പോഴും തൊട്ടയും പിടിച്ചോ ഒക്കെ അയ്യോ വേറെ ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ആരെങ്കിലും അതിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക ചെയ്യുന്ന ആളാണ്. മനസ്സിലായോ? സ്വന്തമായിട്ട് കഴിവുണ്ടാവണം. അടുത്ത he should have knowledge of problem solving techniques. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിന് കൃത്യമായ ടെക്നിക്ക് ഉപയോഗിച്ച് അതിനെ സോൾവ് ചെയ്യാൻ കഴിവുള്ളതാണ്. എന്ത് പ്രശ്നങ്ങൾ അതന്നെ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുമായിട്ട് വീണ്ടും കണക്റ്റഡ് ആണ്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ആ പ്രശ്നങ്ങളുടെ സമയത്ത് പതറി എന്താ പറയാ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നിൽക്കാതെ കറക്റ്റ് ആയിട്ട് അതിന് സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് കഴിവുള്ള ആളായിരിക്കണം ഒരു പേഴ്സണൽ മാനേജർ. Then he should have the capability of being a leadership. അതായത് ഒരു ലീഡർ ആകാൻ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. ലീഡറിന്റെ പ്രത്യേകത ഏതാ? മുന്നിൽ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ബാക്കിൽ നിന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടുന്ന ആളല്ല. ഓക്കെ, ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ട് കാര്യക്ഷമതയോടെ എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി അതാണ്. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം ആരെങ്കിലും പേഴ്സണൽ മാനേജർ. ക്ലിയർ ആയോ? സിമ്പിൾ സെന്റൻസ് ആണ് എഴുതിയേക്കണേ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? Next one, he should be friendly, tactful and approachable manner. He should be friendly. വളരെ എന്താ പറയാ ഒരു നല്ല ഫ്രണ്ട്ലി മാനറിസം ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചില ഗൗരവം പിടിച്ചിരിക്കും അല്ലെ, ചിലർ അങ്ങനെയല്ല, പെട്ടെന്ന് ഫ്രണ്ട് ആകും. ഫ്രണ്ട്ലി ഒരു നേച്ചർ ഉള്ളവര് പെട്ടെന്ന് ഇടപഴകാൻ, അതായത് എംപ്ലോയീസിനോട് നല്ല രീതിയിൽ സൗഹൃദത്തില് പല കാര്യങ്ങളും നേരിട്ട് അവരുടെ അടുത്ത് ചെന്ന് സൗഹൃദപരമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ടാക്ടിഫുൾ, ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആള്. ഭയങ്കര കർക്കശക്കാരൻ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഈസിലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിന് എന്തെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പകൽ കേൾക്കുന്ന ഒരു നല്ല കേൾവിക്കാരനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കൊടുക്കാനോ പറ്റിയൊരു വ്യക്തിയായിരിക്കും. മാത്രമല്ല എന്താണ് അപ്രോച്ചബിൾ നേച്ചർ. ചില സമയത്ത് പേഴ്സണൽ മാനേജറിന്റെ അടുത്ത് പോയിട്ട് അവര് ആ വഴി അവരെ കാണാനെങ്കിൽ തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകും. കാരണം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ട് അത്രയ്ക്ക് ഭയങ്കര റിച്ചിട്ടാണ്, കർക്കശക്കാരനാണ്, ഒരു ഇതുമില്ലാത്ത ഒരു മയമില്ലാത്ത ഒരാളാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെയുള്ള ഒരാളാകാൻ പാടില്ല. എപ്പോ വേണമെങ്കിലും വന്നാലും എന്ത് കാര്യത്തിനും അതിന് നമ്മളോടൊപ്പം നിന്ന് പ്രശ്നങ്ങളെ പരിഹരിച്ച് എന്ത് സൊല്യൂഷൻസ് ആയാലും അത് കണ്ടെത്തി അങ്ങനെയുള്ള ഒരു നേച്ചറുള്ള ആളായിരിക്കണം നമ്മുടെ പേഴ്സണൽ മാനേജർ. He should be friendly, tactful and approachable nature. ക്ലിയർ ആയോ? ടാക്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഈസി ഹാൻഡിലിങ്ങിനെ പറ്റിയാണ്. ഓക്കെ, he should have initiative and decision making ability. ഇനി എന്താ? നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം, ഡിസിഷൻ മേക്കിംഗ് കഴിവുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ഇനീഷ്യേഷൻ, എന്ത് കാര്യവും വന്നാലും മുൻപിൽ നിന്ന് ആ എന്താ പറയാ നെഗറ്റീവ് അടിക്കായിരിക്കും, ഇതിപ്പോ എങ്ങനെ ചെയ്യും, അതെങ്ങനെയാ അത് ശരിയാവുക, ആ നെഗറ്റീവ് ഫീലിംഗ് വരാതെ ഇനീഷ്യേറ്റീവ് ആയിട്ട് എടുത്ത് അതെന്റെ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ള ആള് എന്താ പറയാ നല്ല സ്വന്തമായിട്ട് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയും ഉള്ള ആളായിരിക്കും. Okay, next one, he should be able to generate a trust among his colleagues. Colleagues means co-workers. തന്റെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് എന്താ പറയാ ഒരു നല്ല വിശ്വാസ്യത നിലനിർത്തുന്ന ആളായിരിക്കണം. വിശ്വാസം അതാണ് എല്ലാം അല്ലെ. കേട്ടോ പരസ്യത്തില് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പലതും തകരും. അപ്പൊ എംപ്ലോയീസിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വിശ്വാസം തരണം. ആ വിശ്വാസം എപ്പോഴും നിലനിർത്താൻ നോക്കണം. എവിടെയെങ്കിലും അത്
വിള്ളൽ വീണാൽ തീർച്ചയായിട്ടും അത് കൂട്ടി യോജിപ്പിച്ചാൽ ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല അല്ലെ. ആ ട്രസ്റ്റ് നമുക്ക് എപ്പോഴും പ്യുവർ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ട്രസ്റ്റിൽ ഉണ്ടാകുന്ന വിള്ളലുകള് പിന്നീട് നമ്മൾ എത്ര കൂട്ടി ചേർക്കാൻ ശ്രമിച്ചാലും പോസിബിൾ, അത് പറ്റില്ല എന്നതാണ്. അത് ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ജീവിതം ആയിക്കോട്ടെ, എന്തായാലും അല്ലെ. അപ്പൊ അതാണ് അടുത്തത്. ഹി ഷുഡ് ബി റെഡി ടു കോപ്പറേറ്റ് വിത്ത് സബോർഡിനേറ്റ്സ് ഇൻ ടൈംസ് ഓഫ് ഡിഫിക്കൽറ്റി. എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തന്റെ സബോർഡിനേറ്റ്സ് ജീവനക്കാരും ചെയ്താലും ഫേസ് ചെയ്താലും അവരോട് എപ്പോ വേണമെങ്കിലും കോപ്പറേറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഏത് സാഹചര്യം, സമയം, അത് സന്ദർഭവും സമയവും നോക്കി നിന്ന് പോകാൻ പാടില്ല. അത് കൃത്യമായിട്ട് ഏത് സമയവും അവരോട് ഒപ്പം നിന്ന് സഹകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. ആരോടൊപ്പം? സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സ് പറഞ്ഞാൽ ജീവനക്കാരാണ്. ഓക്കെ, ക്ലിയർ ആയോ പോയിന്റ്? Next one, the last one, he should be prompt enough to give them the feedback in their handling of personal matters whenever necessary in the interest of functioning of the organization and establish the personal policies of the organization. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങില് അവരുടേതായ കുറെ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് വെച്ചിട്ട് ഇവരെ മാനേജ് ചെയ്യുമ്പോൾ, ആരെ എംപ്ലോയീസിനെയൊക്കെ മാനേജ് ചെയ്യുമ്പോൾ അവരുടെ ആ പേഴ്സണൽ മാറ്റേഴ്സിൽ, അവരുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്യുക. അവർക്ക് വേണ്ട ഫീഡ്ബാക്കുകൾ പ്രൊവൈഡ് ചെയ്യുക. നല്ലത് ചെയ്യണമെങ്കിൽ നല്ലതാണല്ലോ എന്നൊരു സജഷൻ, അല്ലെ മോശമാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൺവേ ചെയ്യാം. അങ്ങനെ കൃത്യമായിട്ട് അവരെ തിരുത്തിയും നല്ലതാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചും മുന്നോട്ട് കൊണ്ടുപോകുക. ഫീഡ്ബാക്കുകൾ അവരെ കൃത്യമായിട്ട് അറിയിക്കുക. അതും ഒരു നല്ല പേഴ്സണൽ മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഇല്ലാത്തത് ഉണ്ടാക്കി ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ കാണുമ്പോൾ, പോരായ്മകൾ കാണുമ്പോൾ അത് തിരുത്തി അവരെ നല്ലതാക്കി കൂടുതൽ നല്ല തൊഴിലാളികളാക്കി കൊണ്ടുവരുന്നതല്ലേ നല്ലത്, അല്ലെ. എനിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറയണം. അത് പറഞ്ഞു തിരുത്തുമ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്യുവറായി വരും. അതുപോലെയാണ് എല്ലാവരും, എല്ലാ മനുഷ്യരും തന്നെയാണ്. അല്ലാണ്ട് ഒരു എന്തെങ്കിലും ഒരാൾ ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട്, മോശമാണെങ്കിലും നന്നായി എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ വളരാൻ അനുവദിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അങ്ങനെയല്ലേ നമ്മളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മകളെ അത് ബി പോയിന്റഡ് ഔട്ട്, അത് ചൂണ്ടിക്കാണിക്കണം. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ വിചാരിക്കും ആ ഒരു പോരായ്മ എനിക്ക് ഇല്ലാതാക്കണം, നികത്തണം, അത് എന്നിൽ നിന്ന് ഞാൻ അകറ്റണം എന്ന് വിചാരിച്ച വ്യക്തി അതിനുവേണ്ടി ശ്രമിക്കും. അത് അകറ്റി കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയി. അല്ല, നമ്മൾ ഇതൊരു തെറ്റ് അല്ലെങ്കിൽ വേണ്ട എന്താ പറയാ മോശമായതോ കണ്ടു, കുഴപ്പമില്ല നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആളെ വെറുതെ വിടുകയാണ്, അല്ലെ. അപ്പൊ ആള് വിചാരിക്കും ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു എന്ന്. അവിടെ തിരുത്തലുകൾ നടക്കുന്നില്ല. മനസ്സിലായോ? പേഴ്സണൽ മാനേജേഴ്സിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞ് തീർക്കുന്നത്. മനസ്സിലായോ? ക്യാരക്ടറിസ്റ്റിക്സ് പോയ എല്ലാവരും ഇറങ്ങി? മനസ്സിലായോ? യെസ്, ഓക്കെ. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റുകൾ ഒന്ന് ടിക്ക് ഇട്ടോട്ടാ. പോയിന്റ് എവിടെ തുടങ്ങിയാണ്? ഹി ഷുഡ് ബി കേപ്പബിൾ ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. അത് തുടങ്ങി ആ ഡിഫിക്കൽട്ടി എന്ന് പറയുന്ന പോയിന്റ് വരെ, അതായത് 1, 2, 3, 4, 5, 6, 7 പോയിന്റ്. അത്രയും പോയിന്റ്സ് മാത്രം നിങ്ങൾ ടിക്ക് ഇട്ടാൽ മതി. അടുത്തത് നമുക്ക് പേഴ്സണൽ മാനേജറിന്റെ റോളുകളാണ്. പേഴ്സണൽ മാനേജേഴ്സിന്റെ റോൾസ് 4ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റോൾ, വെൽഫെയർ റോൾ, ക്ലറിക്കൽ റോൾ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ. 4 എന്താ പറയാ 4 റോളുകൾ. ഒരു വ്യക്തിക്ക് എന്താ റോളെന്ന് നമുക്ക് അറിയില്ലേ, അത് തന്നെ. അങ്ങനെ 4 രീതിയിലുള്ള റോളുകളാണ് ഒരു പേഴ്സണൽ മാനേജർക്ക് ബിസിനസ് ഓർഗനൈസേഷനിൽ വഹിക്കാറുള്ളത്. ആ 4 റോൾസ് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? പേഴ്സണൽ റോൾ, തൊഴിൽപരമായിട്ടുള്ള ചില പങ്കുകൾ, അതുപോലെ വെൽഫെയർ ക്ഷേമത്തിനുള്ള പങ്ക്, അതുപോലെ ക്ലറിക്കൽ റോൾ, ക്ലർക്കിന്റേതായ ഡ്യൂട്ടീസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോൾ, ചില എന്താ പറയാ ഓർഗനൈസേഷൻ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ചില
എന്താ പറയാ ഡിസ്റ്റർബൻസസ് ആണ്, ചില കംപ്ലൈന്റുകളാണ്, പരാതികൾ, അതിനെയൊക്കെ എങ്ങനെ പരിഹരിക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ പങ്ക്. അപ്പൊ ഇങ്ങനെ 4 ഏരിയാസ് ഓഫ് എന്താ പറയാ റോൾസ് ആണ് നമ്മുടെ പേഴ്സണൽ മാനേജർക്ക് ഉള്ളത്. നമ്മൾ അടുത്ത ദിവസമായിരിക്കും എടുക്കുക. ആ 4 എണ്ണം ഉണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 4 റോൾസ് ഏതൊക്കെയാ? പേഴ്സണൽ റോൾ, വെൽഫെയർ, ക്ലറിക്കൽ ആൻഡ് ലീഗൽ, ഫയർ ഫൈറ്റിംഗ്, ലീഗൽ. ക്ലിയർ ആയോ? ബാക്കി ഓക്കെ. സോ സീ യു. നന്നായിട്ട് വായിച്ചിട്ടൊക്കെ നോക്കുക കേട്ടാ. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ.